ദ വെൽവെറ്റിൻ റാബിറ്റ് ലെറ്റ് സ്റ്റാർട്ട്. ഒരു ക്രിസ്മസ് സീസണിലായിരുന്നു നമ്മുടെ കുട്ടി വില്യമും കുടുംബവും മറ്റൊരിടത്തേക്ക് താമസം മാറുന്നത്. വില്യമിനെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവന്റെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും പഴയ സ്കൂളും ഒക്കെ പിരിഞ്ഞു വേണ്ടേ അവന് വരാനായിട്ട്. പണ്ടത്തെ സ്കൂളിൽ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാക്കിയതും കൂട്ടുകാരോടൊപ്പം ഫുഡൊക്കെ ഷെയർ ചെയ്ത് തമാശയെല്ലാം പറഞ്ഞ് ചിരിച്ചതും, അങ്ങനെ അവസാനം ഈ കൂട്ടുകാര് അവനെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവനൊരു കാർഡ് കൊടുത്തതും എല്ലാം തന്നെ വില്യമിന്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ വീടിനെ പറ്റിയിട്ട് അച്ഛനും അമ്മയും പറയുന്നുണ്ടെങ്കിലും വില്യം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ വീട്ടില് അവന്റെ ആയ മോമോ കൂടിയുണ്ട്. അങ്ങനെ മോമോ വില്യമിനെ ഈ വീടൊക്കെ ചുറ്റി നടന്ന് കാണിച്ചു. പഴയതിനേക്കാൾ വലിയ വീടാണുള്ളത്. പക്ഷേ വില്യം അവിടെ ഒറ്റയ്ക്കാണ്. ക്രിസ്മസിന് വേണ്ടി ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നിട്ടും അവിടെ വില്യമിന് കളിക്കാൻ പറ്റിയ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. വില്യം പുറത്തോട്ടിറങ്ങി സ്നോമാനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ വീടിന്റെ അടുത്തുള്ള കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് പോയിട്ട് മിണ്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില്യമിന് മടിയായിരുന്നു. അങ്ങനെ ആ വലിയ വീട്ടിൽ നമ്മുടെ വില്യം ശരിക്കും തനിച്ചായി എന്ന് പറയാലോ. അങ്ങനെ ഒറ്റയ്ക്കുള്ള അവൻ്റെ ഒരു ജീവിതം അവന് മടുത്ത് വരെ തുടങ്ങുന്നുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും കളിയും ചിരിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവൻ്റെ കൂട്ടിന് ആരുമില്ല. അങ്ങനെ ക്രിസ്മസ് ഈവില് കൂട്ടുകാര് തന്നുവിട്ട ആ ലെറ്ററും വായിച്ച് അവൻ കിടന്നു. പിറ്റേ ദിവസം കൃത്യം 7 മണിക്ക് തന്നെ അവൻ്റെ മോമോ അവനെ വന്ന് വിളിക്കുകയാണ്. കാരണം ഇന്ന് ക്രിസ്മസ് ദിനമാണ്. അച്ഛനും അമ്മയും വില്യമിന് സമ്മാനം എടുത്തു വെച്ചിട്ടുണ്ടാവും. ഓടിപ്പോയി നോക്കുമ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായ ഒരു റാബിറ്റ് ടോയ് ആയിരുന്നു ഇത്തവണ വില്യമിന് സമ്മാനമായി കിട്ടിയത്. ആരോരും ഇല്ലാത്ത അവൻ്റെ ആ ഒരു ജീവിതത്തില് ആ ഒരു റാബിറ്റ് അവന് ശരിക്കും അവൻ്റെ കൂട്ടുകാരൻ തന്നെയായി മാറി. അവൻ്റെ എല്ലാ കാര്യത്തിലും റാബിറ്റും കൂടെ ഉണ്ടാവും. ഒരു ദിവസം സെറ്റിയിൽ കിടന്നുറങ്ങിയ വില്യമിന്റെ കയ്യിൽ നിന്ന് റാബിറ്റ് താഴെ വീണുപോയി. അവന്റെ അമ്മ അറിയാതെ റാബിറ്റിനെ ടോയ് റൂമിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അവിടെ നിന്നായിരുന്നു നമ്മുടെ ടോയ് റാബിറ്റ് വില്യമിന്റെ ബാക്കി ടോയ്സിനെയൊക്കെ പരിചയപ്പെടുന്നത്. ഒരു ട്രെയിൻ ഉണ്ട്, ഒരു ഹോഴ്സ് ഉണ്ട്, ഒരു ലയൺ ഉണ്ട്, ഒരു കിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ 4 പേരും നമ്മുടെ റാബിറ്റിനോട് സംസാരിക്കുകയാണ്. ട്രെയിൻ ഒരു അഹങ്കാരിയായിരുന്നു. ട്രെയിൻ പറഞ്ഞു, നീ ഒരിക്കലും റിയൽ അല്ല, എന്നെ കണ്ടില്ലേ, എനിക്ക് ശരിക്കുള്ള ട്രെയിനിന്റെ അതേ പാർട്സ് ഒക്കെ ഉണ്ട്. ലയൺ ആണെങ്കിലും കിങ് ആണെങ്കിലും അവർക്കൊക്കെ തന്നെ അവരെന്താണോ അത് ശരിക്കും ഇപ്പോഴും ഉണ്ട്. എന്നാൽ നീ ഒരു മുയലായിരുന്നിട്ട് കൂടി നിനക്ക് ശരിക്കും കാലുകളില്ല, നിനക്ക് നല്ലപോലെ ചാടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹോഴ്സ് നമ്മുടെ റാബിറ്റിനെ സമാധാനപ്പെടുത്തി. അവനപ്പുറത്ത് മാറി നിന്നതും ഹോഴ്സ് വരെയാണ്. ഇതേ സമയത്ത് വില്യം ഉറങ്ങാനായി പോയിട്ടുണ്ടായിരുന്നു. ഹോഴ്സ് നമ്മുടെ റാബിറ്റിനോട് പറഞ്ഞു, അവർ പറഞ്ഞതൊന്നും നോക്കണ്ട, നീ റിയൽ ആണോ അല്ലയോ എന്നുള്ളത് ആ പയ്യൻ വേണം തീരുമാനിക്കാനായിട്ട്. നമ്മുടെ ഓണർ നമ്മളെ സ്നേഹിക്കുവാണെങ്കിൽ ടോയ്സ് ശരിക്ക് റിയൽ ആയി തീരും. അങ്ങനെയാണ് ഒരു ഫെയറി പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്ന് നമ്മുടെ ഹോഴ്സ് പറയുന്നു. അധികം വൈകാതെ മോമോ നമ്മുടെ റാബിറ്റിനെ എടുത്തുകൊണ്ട് വന്ന് വില്യമിന്റെ അരികിൽ കിടത്തി. അങ്ങനെ വില്യം ആണെങ്കിൽ രാത്രി ഉറങ്ങാതെ അവന്റെ ഇമാജിനേഷൻ ലോകത്ത് ഈ റാബിറ്റുമായിട്ട് ഒരു യാത്ര പൊക്കോണ്ടിരിക്കുകയാണ് അവന്റെ പണ്ടത്തെ നാട്ടിലേക്ക്. ഒരു തുരങ്കമുണ്ടാക്കി നമ്മുടെ റാബിറ്റും വില്യമും കൂടി പോകുന്ന സമയത്ത് അവർക്ക് മണ്ണിനകത്ത് നിന്ന് ഒരു ട്രഷർ മാപ്പ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ വില്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ട്രഷർ കണ്ടെത്തണം എന്ന് വില്യം പറഞ്ഞതോടുകൂടി അവരുണ്ടാക്കിയ തുരങ്കം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അങ്ങനെ ആ ട്രഷർ മാപ്പും കയ്യിലെടുത്ത് അവർ വെളിയിലോട്ട് വന്നു. അന്ന് രാത്രി വില്യം നമ്മുടെ റാബിറ്റിനോട് ഒരു കാര്യം പറഞ്ഞു, നീ എപ്പോഴും റിയൽ ആണെന്ന്. പിറ്റേ ദിവസം വില്യമിനെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാണ്. പുതിയ സ്കൂളല്ലേ, അവിടുത്തെ കുട്ടികളുടെ മുന്നിൽ സംസാരിക്കാൻ കൂടി നമ്മുടെ വില്യമിന് നല്ല പേടിയായിരുന്നു. അവിടുത്തെ കുട്ടികളെല്ലാം പരസ്പരം അറിയുന്നവരായിരുന്നത് കൊണ്ട് അവരാരും വില്യമിന്റെ കൂടെ കളിക്കാനും വന്നില്ല. വില്യമിനെ കൂട്ടുള്ളത് നമ്മുടെ റാബിറ്റ് മാത്രമാണ്. എപ്പോൾ നോക്കിയാലും റാബിറ്റിന്റെ കൂടെ ആ ട്രഷർ ഹണ്ട് ഗെയിം കളിക്കലാണ് വില്യമിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വില്യമിന്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് അവൻ കേൾക്കാണ്. എപ്പോൾ നോക്കിയാലും അവൻ റാബിറ്റിനോട് കൂടി കളിക്കുകയാണ്, വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നുള്ളത് സത്യം തന്നെയായിരുന്നു. വില്യമിന് എപ്പോൾ നോക്കിയാലും ആ റാബിറ്റ് മതിയായിരുന്നു. അവന്റെ കളിയിലെല്ലാം തന്നെ സാങ്കല്പിക ലോകത്ത് നമ്മുടെ റാബിറ്റ് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ വില്യം താൻ റിയൽ ആണ് എന്ന് പറഞ്ഞ കാര്യം റാബിറ്റ് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ ട്രെയിനും അവന്റെ കൂട്ടുകാരും നമ്മുടെ റാബിറ്റിനെ കളിയാക്കി. എന്ത് തന്നെ ആയാലും നീ റിയൽ ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ വില്യം ആവട്ടെ അവനെടുത്തുകൊണ്ട് വീണ്ടും ഈ ഒരു ഫെയറി ടെയിൽ ഗെയിം, അതായത് അവൻ ഈ ട്രഷർ ഹണ്ട് കളിക്കുന്നത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സാങ്കല്പിക ലോകത്ത് നമ്മുടെ വില്യമും റാബിറ്റും കൂടി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ട്രഷർ ഹണ്ട് മാപ്പ് പ്രകാരം യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ നമ്മുടെ റാബിറ്റ് അവരുടെ മുയൽ ഭാഷ വില്യമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാലുകൾ ഇങ്ങനെ തട്ടുന്നത് എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതും മൂക്കിങ്ങനെ ഇളക്കുന്നത് ഗുഡ് ബൈയും ഹലോ പറയാനുമാണ്
വേണമെന്നും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേക്കൊരു ചെന്നായ വന്നതും നമ്മുടെ റാബിറ്റിനെ എടുത്തുകൊണ്ട് വില്യം ഒരൊറ്റ ചാട്ടം. പിന്നീട് നമ്മുടെ വില്യമിന് ഭയങ്കര തുമ്മൽ വരെയാണ്. അവൻ റാബിറ്റിനെ ആ മരത്തണലിൽ ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയി. അപ്പോഴാണ് ശരിക്കുമുള്ള 2 മുയലുകൾ ഈ റാബിറ്റിനോട് വന്ന് സംസാരിക്കുന്നത്. അങ്ങനെ വില്യം താൻ റിയലാണെന്ന് പറഞ്ഞ കാര്യം ഈ ടോയ് റാബിറ്റ് പറയുമ്പോൾ ഒരിക്കലും നീ റിയൽ അല്ല, പിന്നെ നിനക്ക് അവനോട് സ്നേഹം ഉണ്ടായിരിക്കാം, അവന് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോവില്ലല്ലോ എന്നും പറഞ്ഞ് അവർ പോയി. പിറ്റേ ദിവസം വേലക്കാരൻ നമ്മുടെ റാബിറ്റിനെ അകത്തോണ്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മുടെ ഹോഴ്സിനോട് റാബിറ്റ് കാര്യമൊക്കെ പറഞ്ഞു, ആ കുട്ടിക്ക് എന്നോട് സ്നേഹമില്ല എന്ന്. അപ്പോഴാണ് ഇവർ പറയുന്നത് ആ കുട്ടി വയ്യാതെ കിടക്കുവാണ്, മുൻപ് അവൻ്റെ അങ്കിളിനും ഇതേ അസുഖം വന്നിരുന്നു, പുള്ളി മരിച്ചുപോയി, പിന്നീട് അവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇവർ കത്തിച്ചു എന്ന്. വില്യമിനും ആ ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഡോക്ടർ വന്ന് പരിശോധിച്ച് മാക്സിമം കുട്ടിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും പേടിച്ചരണ്ടിരിക്കുകയാണ്. ഹോഴ്സ് ആവട്ടെ റാബിറ്റിനോട് പറഞ്ഞു, അവൻ്റെ അടുത്തോട്ട് ഇനി പോവാതിരിക്കുന്നതാ ബുദ്ധി, അവൻ്റെ അടുത്തോട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ ആൾക്കാർ വരും, ഒളിഞ്ഞിരുന്നേക്കൂ, അവൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഇനി കത്തിച്ച് കളയുമെന്ന്. പക്ഷേ അവൻ എന്ത് കാര്യത്തിലും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും അവനെ ഉപേക്ഷിക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ റാബിറ്റ് മുന്നിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ മോമോ ആവട്ടെ അവനെ വന്നെടുത്ത് വില്യമിൻ്റെ അരികിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അങ്ങനെ അന്ന് റിയൽ ആയിട്ട് നമ്മുടെ റാബിറ്റ് വില്യമിനോട് സംസാരിച്ചു, നമുക്ക് ട്രഷർ ഹണ്ടിന് പോണ്ടേ എന്ന്. ഏയ് എനിക്ക് എൻ്റെ ട്രഷർ കിട്ടി, നീയാണ് എൻ്റെ ട്രഷർ, ഞാൻ എന്നും നിന്നെ ഒരുപോലെ സ്നേഹിക്കും എന്ന് നമ്മുടെ വില്യം പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വില്യമിനെ ബെഡിൽ കാണുന്നില്ല. ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ആ കുട്ടി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കത്തിച്ച് കളയണമെന്ന്. അങ്ങനെ റാബിറ്റിനെ അടക്കം നമ്മുടെ മോമോ കത്തിക്കാനായി കൊണ്ടിടുകയാണ്. ശരിക്കും നമ്മുടെ വില്യം തന്നെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിച്ച് റാബിറ്റിന് സങ്കടമായി. വില്യം ആണെങ്കിൽ അകത്ത് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ റാബിറ്റിനെ വേണമെന്ന്. പുത്തൻ ടോയ്സ് വാങ്ങിത്തരാമെന്നും പറഞ്ഞിട്ട് അവന് കാര്യം ഉണ്ടായില്ല. റാബിറ്റ് കരഞ്ഞ ആ കണ്ണീർ തുള്ളിയിൽ നിന്ന് വിരിഞ്ഞ പൂവിൽ നിന്ന് ഒരു ഫെയറി വന്നു. എന്നിട്ട് റാബിറ്റിനെ സമാധാനിപ്പിച്ചു, അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, മറ്റൊരു ടോയ്സിനെയും അവൻ ഇതുവരെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, പിന്നെ നീ റിയൽ ആവാത്തത് അത് നീ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ റിയൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്, പിന്നെ ഇത്രയും നാള് നീ അവൻ്റെ കൂടെ നല്ലതുപോലെ നിന്നില്ലേ, അതിനു വേണ്ടി ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാമെന്ന് നമ്മുടെ ഫെയറി പറയാണ്. എന്നിട്ട് അവരൊരു മാജിക് കാണിച്ചു. അങ്ങനെ പിന്നീട് നമ്മൾ വില്യമിനെ കാണുകയാണ്. അടുത്ത ക്രിസ്മസ് ദിനമായി. എന്നാൽ ഇത്തവണ വില്യം വലിയ സന്തോഷത്തോടു കൂടി എണീക്കുന്നില്ല, കാരണം അവൻ്റെ റാബിറ്റ് അവൻ്റെ കൂടെയില്ലല്ലോ. ഇത്തവണ അവൻ്റെ പാരൻസ് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഒരു ഹെലികോപ്റ്ററാണ്. അങ്ങനെ അതുമായിട്ട് കളിക്കാൻ നമ്മുടെ വില്യം പുറത്തോട്ട് പോയ സമയത്ത് അവൻ അവിടെ വെച്ച് ഒരു റാബിറ്റിനെ കണ്ടു. നമ്മുടെ ടോയ് റാബിറ്റിനെ പോലെ തന്നെയുള്ള ഒരു തക്കുടുമുണ്ടൻ റാബിറ്റ്. ആ റാബിറ്റ് ഇവനെ കണ്ടതും വില്യമിനെ തന്നെ നോക്കി അവനെ ഇങ്ങനെ കുറച്ച് ദൂരേക്ക് കൊണ്ടുപോവാണ്. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് അവനെ ആക്കിക്കൊടുത്ത് നമ്മുടെ റാബിറ്റ് അവനോട് ഗുഡ് ബൈ പറഞ്ഞു പോയി. ഈ റാബിറ്റ് ഉദ്ദേശിച്ച കാര്യം മനസ്സിലായ നമ്മുടെ വില്യം ആവട്ടെ ആ കുട്ടികളോട് ചേർന്ന് സംസാരിക്കാനും അവരുടെ കൂടെ കളിക്കാനും കൂടെയാണ്. അങ്ങനെ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ലാത്ത നമ്മുടെ വില്യമിനെ വിട്ട് അങ്ങ് ദൂരെ മാറി നിന്ന് അവൻ്റെ ലൈഫ് കണ്ട് സന്തോഷിക്കുന്ന റാബിറ്റിനെ കാണിച്ചുകൊണ്ടാണ് ദ വെൽവെറ്റി റാബിറ്റ് എന്ന ഈ ഒരു അടിപൊളി ക്രിസ്മസ് ഷോർട്ട് മൂവി അവസാനിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ക്രിസ്മസ് സീസൺ അത് മാജിക് നിറഞ്ഞ സീസണാണ്. നമ്മൾ അത്രയ്ക്കധികം ക്രിസ്മസിൽ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്മസ് മാജിക്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നമ്മുടെ ലൈഫിൽ നടക്കും എന്നുള്ളത് അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. സോ ആ ഒരു ടീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂവി, ഒരു കൊച്ചു മൂവിയാണ്, 3/4 മണിക്കൂറോളം മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് ടച്ചിങ് ആയിട്ടുള്ള, എന്നാൽ റിലേഷൻസിനൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരു അടിപൊളി സിനിമ. ടോയ്സ് ആയിക്കോട്ടെ അവയ്ക്ക് പോലും നമ്മൾ കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നതും. നമ്മൾ അത്രയ്ക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം, മറ്റാരോടും സംസാരിക്കാനില്ല, കളിക്കാനില്ല, അങ്ങനത്തെ ഒരു സമയത്ത് ടോയ്സ് നമുക്ക് തരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ ഒരു സെക്യൂരിറ്റി അതൊരു ഭയങ്കര ഫീലാണല്ലേ. ആ ഒരു തീമാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ കണ്ടത്. സോ റാബിറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് പലരെയും കാണാം. നമ്മുടെ ഫ്രണ്ട്സ്, അച്ഛനമ്മ, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, കസിൻസ്, അങ്ങനെ എന്തോ ആ ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ തന്നെയായിരിക്കും നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോറലാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. എപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാലും നമ്മൾ ചുറ്റിലും ഒന്ന് നോക്കുക. ചുറ്റിലും ആരെങ്കിലും ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അയാളെ കണ്ടുപിടിക്കേണ്ട ആ ഒരു ചുമതല നമുക്കുള്ളതാണ്.
ബാക്കി കാര്യങ്ങൾ ആ ഒരു മാജിക്കിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നോക്കിക്കോളും അല്ലേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസം ക്രിസ്മസ് സീസൺ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് മൂവീസ് ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും സ്റ്റേ ട്യൂൺ ഫോർ ദ വണ്ടർഫുൾ മൂവീസ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത സിനിമയായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.